ചന്ദ്ര, നീ ഒരു അരക്കുപ്പിയിട്. മതി കർണേട്ട. എടാ, കുമാരമൂപ്പരെ പണിക്കാരാണ്. ഏതാടാ ഈ പുതിയൊരു മൂപ്പൻ? കർണേട്ട പതുക്കെ. ഒരു അരക്കുപ്പിയിട്. ഛർദിക്കാനായവരൊക്കെ പിടിച്ച് പുറത്തിടാ. നിങ്ങളുടെ പ്രമാണി മൂപ്പനുണ്ടല്ലോ കുമാരൻ, അവനോട് പറ ഞാൻ വന്നിട്ടുണ്ടെന്ന്. കാരണം നാലാള് കാണേ അവന്റെ കൊടലുമാല ഞാൻ എടുക്കുമെന്ന് പറഞ്ഞേക്ക്. മൂപ്പന് വേണ്ടി ചാകാനോശിയുള്ള ആൺകുട്ടികളുണ്ടോ ആ കൂട്ടത്തില്? ഓടാ കർണേട്ട, എന്താ വരാനല്ലേ പറയാന? അരുത് കർണേട്ട, അവര് പണിക്കാരല്ലേ? ആ, പണിക്കാരെ വിടാം. അവനെവിടെ? കുമാരനെവിടെ? കർണേട്ട വീട്ടിലേക്ക് പോ, ഞാനൊപ്പം വരാം. മാനേജറോടൊന്ന് പറഞ്ഞോട്ടെ. അവനാടാ മാനേജരെ? വാ കർണേട്ട, ഞാനല്ലേ പറയണത്. വാ. അങ്ങോട്ടല്ല കർണേട്ട, ഇങ്ങോട്ട് നടക്ക്. എനിക്കറിയാടാ. വാ. ഇവിടെയൊക്കെ കാട് പിടിച്ചില്ലടാ. നമുക്ക് ശരിയാക്കാം കർണേട്ട എല്ലാം. കർണേട്ട വിടീ. കുറച്ചു ദിവസം ഞാനൊന്ന് നോക്കി, ഇപ്പൊ എല്ലാം വൃത്തിയാക്കി കളയാം. കള്ളവാറ്റ് കുടിച്ച് കുറെ പേരുടെ കണ്ണുപോയി ഈ ഭാഗത്തുനിന്ന് കേട്ടല്ലോടാ ജയിലിൽ കിടക്കുമ്പോ. നീ ആയിരുന്നു എന്റെ ഒത്താത്? ഏയ്, എന്റെ സാധനം കർണേട്ടൻ കഴിച്ചിട്ടില്ലല്ലോ. ബെസ്റ്റ് അല്ലേ? റൊക്കം കാശിന് കച്ചവടം നടക്കണില്ലെന്ന് കണ്ടപ്പോ നിർത്തി. നഷ്ടം തന്നെ. ഒരു പൊടിക്ക് ഏലക്കായിട്ടിരുന്നു ഞാൻ മാറ്റുമ്പോ. എന്തായിരുന്നു മണം! ഇപ്പോഴും അറിയില്ല. ഞാനിവിടെ കിടന്നോളാം, നീ പൊയ്ക്കോ. നിന്റെ മാനേജർ അതിന് വക്കാണത്തിന് വരണ്ട. കരുണേട്ടൻ വന്ന വകയില് രാജി കൊടുത്തു ഉദ്യോഗം. കണ്ടവന്റെ ആട്ടും തൊപ്പും, ഇടയ്ക്ക് തല്ലും. 10 ദിവസത്തെ കൂലി ബാക്കി വരാനുണ്ട്. അയാൾക്ക് ലാഭം, എന്റെ വക ബക്ഷീസ്. കിടക്കട്ടെ. എനിക്ക് പോയിട്ടുണ്ട്. എനിക്കതിനാ പോയെന്നുണ്ട്. സ്വകാര്യമാണെങ്കിൽ വേഗം പറഞ്ഞു കേൾക്ക് കുമാര. കളിയുടെ ഇടയ്ക്ക് ഒരു ബിസിനസ്. ഓ, എന്ത് സ്വകാര്യം? പറഞ്ഞോ ഡ്രൈവറെ. കാരണം വന്നിട്ടുണ്ട്. ശിക്ഷ കഴിഞ്ഞാൽ ആളുകൾ ജയിലിൽ നിന്ന് പുറത്തു വരും. വന്നോട്ടെ. മൂപ്പന്റെ കുടലെടുക്കാൻ വരുന്നു എന്നാണ് കൊലവിളി. എന്നോടൊന്ന് മുട്ടാൻ നോക്കി. എന്റെ വെക്കിട്ട് കയറാൻ വരുന്ന എന്തിനാവൻ? ഞാൻ വിട്ടു. അവ അല്ല, ആരായി കരണൻ? പിന്നെ പറഞ്ഞുതരാം. വക്കാണത്തിന് വന്നാൽ കേട് അവന് തന്നെയാണെന്ന് ഒന്ന് മര്യാദ പറഞ്ഞു കൊടുത്തേക്ക്. മര്യാദ പറഞ്ഞ മനസ്സിലാവണ സൈസല്ല അവൻ. ഞാൻ ആദ്യം കാണുക. ഞാൻ ഓഫീസിലേക്ക് വരാം, നീ നടക്ക്. ശരി. കുട്ടൻ, ചെറിയ ഗോപാലൻ, ഭാസ്കരൻ, പിന്നെ ആ കൃഷ്ണൻകുട്ടി, അവരവിടെ ഉണ്ടാകണം. ഞാൻ വരാം. ഞാൻ വരാൻ വൈകും. വാതിലടിച്ച് കിടന്നോ. പണിക്കാരത്തെയും കൂടി ഇല്ലാത്തതാ ഇന്ന്. എന്നും പാതിരാക്കണോ? ഓ, പണിക്കാരത്തി ഇല്ലെങ്കിൽ നിന്റെ വളയം ഉരിപ്പോവും. തവള ഗോപാലൻ മുമ്പ് പൊരയില് മോക്ക് എത്ര പണിക്കാരത്തികളാണ് സഹായത്തിന് നിർത്തിയിരുന്നത്. എനിക്ക് ആഫീസിൽ പണിയുണ്ട്. കളി നിർത്തിക്കോ. കരുണനെ ഒതുക്കാനാണെങ്കിൽ ഞങ്ങൾ വരാം. ഹേയ്, കൈത്തണ്ടയ്ക്ക് ഇപ്പോഴും എനിക്ക് നല്ല ബലമുണ്ട്. അത് ചിലപ്പോ കരുണനറിയില്ല. ഇപ്പൊ വേറെ കുറച്ച് അത്യാവശ്യ ജോലിയുണ്ട്. കരുണനെ ഞാൻ കാണുന്നുണ്ട്. പിന്നെ ജയിലിലെ സുഖവരൊക്കെ ഒന്ന് അറിയണ്ടേ? കഴിക്കാൻ എന്തെങ്കിലും വാങ്ങി വരാൻ കരുണേട്ടാ.
വേണ്ട, എന്റെ കയ്യിൽ കാശുണ്ട്. കല്യാണം കഴിഞ്ഞ പിന്നെ മാധവിയത്തെ ഞാൻ കണ്ടിട്ടേ ഇല്ല. ഞാനവരുടെ വീട്ടിൽ പോകാറുമില്ല. ജയിലിൽ തല്ലും പിടി ഉണ്ടാക്കിയതിന് പിന്നെയും കിട്ടി കരുണേട്ടന് 6 കൊല്ലം. അവസാനം വരെ ജയിലിൽ തന്നെ എന്നൊക്കെ പറഞ്ഞിട്ടാത്രേ മാധവിയത്തെ സമ്മതിച്ചത്. ആളുകൾ പറയണതാണ്. ദിവസവും കുപ്പി വാങ്ങിക്കൊടുക്കുന്നവരാണ് തന്തയ്ക്ക് ദൈവം. മാധവിയെടുത്തി മാധവിയെടുത്തി നിന്റെ വക്കാലത്ത് വേണ്ട, കുത്തിച്ചു പോണ ഞാൻ. അങ്ങനെ പറയരുത് കരുണേട്ട. അവര് പാവ. കോരാൽ കിടക്കണത് കണ്ട തന്ത തല്ലി ഓടിക്കും. പക്ഷെ അവര് തന്ത കാണാതെ രാത്രി എനിക്ക് ചോറ് തരും. അത് ഞാൻ മറക്കില്ല. കല്യാണം കേമായിരുന്നു കരുണേട്ട. ഹോട്ടലുകാർ 10 രൂപ പറഞ്ഞു, കൊടുത്തില്ല. വിൽക്കായിരുന്നില്ലേ? വല്ല പൊടിയും മതിയായിരുന്നു ഇവിടേക്ക്. ചോറിന് എനിക്ക് വരി കിട്ടോ? അച്ഛനില്ല. അറിയാം. ഷാപ്പിൽ നിന്ന് ഒച്ച വെച്ച് വർത്താനം പറയണത് 1 മൈൽ ദൂരെ കേൾക്കാം. ഇനി ഇത് കണ്ട ഇതിന് കുപ്പി വേറെ വേണം തോന്നുന്നു അച്ഛന്. കൊണ്ടുവരാൻ പേടിക്കണ്ട. അച്ഛനെ ഏറെ ചീത്തയാക്കുന്നത് കരുണേട്ടനാണ്. നിന്റെ തന്തയൊന്ന് സമ്മതം മൂളി കിട്ടുന്നവരെ ഉള്ളൂ ഈ സൽക്കാരമൊക്കെ. അതുകൊണ്ടാവും ഗോപാലേട്ടനിട്ട് കളിപ്പിക്കുന്നത്. അയ്യോ, മീൻ നാറണു. മനസ്സിലാകുന്ന വിധത്തിൽ 2-3 തവണ നിന്റെ അച്ഛനോട് ഞാൻ പറഞ്ഞു നോക്കി. ഇനി ഞാൻ എന്ത് ചെയ്യും? അത് പിന്നെ മാനക്കേടായി എന്നും പറഞ്ഞ് നിന്റെ അച്ഛന് കരഞ്ഞു നടക്കേണ്ടി വരും, അത്രേ ഉള്ളൂ. ഓ പിന്നെ അച്ഛന് ഇഷ്ടമൊക്കെ തന്നെയാണ്, അതെനിക്കറിയാം. അത് എന്റെ കള്ളകത്തുള്ളപ്പോ. അല്ലാത്തപ്പോഴാണല്ലോ ഞാൻ കപ്പക്കാരന്റെ മോനാണെന്ന് ഓർമ്മ വരുന്നത്, അല്ലേ? നയിച്ചു തിന്നാൻ വയ്യാത്തവർക്ക് തറവാടിത്തം പറഞ്ഞിരിക്കാം. അത് അച്ഛനും തോന്നണ്ടേ? കരുണേട്ടൻ എന്നും കിട്ടണേ പാതി ഇവിടെയാണ് ചെലവാക്കണത്. അച്ഛനും കാണുന്നതല്ലേ. അമ്മയുടെ സൂക്കടിനും അടിയന്തരത്തിനും ഒക്കെ കരുണേട്ടനാണ് ചെലവീതെന്ന് എല്ലാവർക്കും അറിയാലോ. ആ, അച്ഛൻ വരുന്നു തന്നെ ചന്ദ്രന്റെ സിഗ്നലാ. ഒരു മീൻ കിട്ടി. സമരക്കാരി ഷാപ്പിൽ വന്നതിന് കാര്യമില്ല. പൗഡർ കഴിക്കാൻ വെള്ളമായിരിക്കും വരുന്നവർക്ക് പിന്നെ കിട്ടുക. മനസ്സിലായില്ലേ? സമരക്കാരെ വേണം, സമരം പൊളിക്കാൻ വേണ്ടി ഉണ്ടാകണം. ഇന്ന് തല്ലും വെടിവെപ്പും ഒക്കെ ഉണ്ടാകും. ആരാ സമരം വിളിക്കുന്നത്? സേട്ടുവിന്റെ ചരക്കേറ്റാൽ മൊയിലും കുഞ്ഞ് ആളിറക്കിയാൽ അവിടെ. നിന്റെ ആ കുമാരനും ആൾക്കാരും നല്ല സ്ഥിരമായിട്ട് അവിടെ ഉണ്ട്. കുമാരൻ പോവില്ല. കുമാരന്റെ ഉള്ളിലും ആവശ്യത്തിനുണ്ട്. തന്നെ കണ്ടു നിൽക്കാനുള്ള ഒരു ഹരമായിട്ടുള്ള കർണ. അതിന്റെ ഇടയിൽ കരുണേട്ടൻ ചെന്ന് ചാടണ്ട. കരുണേട്ട അവനിറങ്ങുന്നു കുമാരേട്ടാ. ഈ പണി കഴിയാതെ ഇവിടുന്ന് ആരും പോവില്ല. ഏത് നായിന്റെ മക്കളെ തടയാൻ പറ്റുന്ന കാണണം. ഇത് ഞാൻ കരാറെടുത്ത പണിയാണ്. പണി നടക്കട്ടടാ. കരാറിന് ഓരോരുത്തർക്കും 10 രൂപ സേട്ട് തരും, ഇല്ലെങ്കിൽ ഞാൻ തരും. ഈ ആളുകളിടയിൽ എന്നും പണിയെടുത്ത് കഴിയേണ്ടല്ലേ കുമാര? സേട്ടും നേതാവൊന്നും എന്നും കാണൂല. എന്നെ തച്ചവരുടെ ഒരുത്തന്റെ തോളല് ഞാൻ പൊട്ടിച്ചിട്ടുണ്ട്, അത് മതി. പിന്നത്തെ സ്ഥിതി ഞാൻ കണ്ടതാ. ചത്തുപോയത് ഭാഗ്യം. അകത്തുണ്ടോ? ഒരു പാട്ട മണ്ണാണ് എടുക്ക്, തീ വയ്ക്കാം. വിളിച്ച് പുറത്തിറങ്ങണ കുമാര.
കരണനെ കൊണ്ടുപോടാ വേണം. കുമാരനില്ല. തോണിക്കാരൻ കരണൻ എവനും ഉണ്ടായിരുന്നു അവന്റെ കൂടെ. കുമാരനില്ല, നമുക്ക് പകൽ സംസാരിക്കാം. ഒഴിക്കണ വേണ പോലീസ് വരും മുമ്പ് ഓടിക്കോ കരണ. എങ്ങോട്ട്? എവിടേക്കെങ്കിലും. ഞാൻ സേട്ടുവിനെ കണ്ട് MLA മുഖേന എന്തെങ്കിലും ചെയ്യാം. വേഗം പോ. ആരും ചത്തിട്ടില്ല. അപ്പൊ കേസ് ഒതുക്കാന്തേ. നീ ഇത് കഴിയുന്നവരെ പുറത്തിറങ്ങണ്ട. ഞാനുണ്ട്. ഇരിക്കുന്ന 5 സെന്റ് വിറ്റിട്ടായാലും ഞാൻ കേസ് നടത്തിക്കൊള്ളാം. വക്കീല് പറയുമ്പോ നീ കോടതിയിൽ ഹാജരായാ മതി. ആവശ്യം വന്നാൽ തന്നെ അപ്പൊ മതി. എന്റെ തോണിയുണ്ട്. ചന്ദ്രൻ ചെറിയ പയ്യനാ. എല്ലാം ഞാൻ നോക്കിക്കൊള്ളാന്നേ. പിന്നെ ഗോപാലേട്ടന്റെ വീട്ടിലെ കാര്യം എന്താ ആവശ്യം ഉണ്ടെങ്കിലും എന്നോട് പറഞ്ഞോട്ടെ അവർ. ചന്ദ്രനെ വിട്ട് ഇടയ്ക്ക് മാധവിയുടെ കാര്യം അന്വേഷിക്കണം. അത്രയല്ലേ ഉള്ളൂ. നീ സമാധാനമായിട്ട് പോ. ഞാനുണ്ടടാ. മാറി മാറി. മാറി മാറി. ചെറിയൊരു ബഹളം നടന്നു. ചുമട്ടുകാരുടെ കൂട്ടത്തലിന്റെ ബാക്കി. എന്താണ്ടായി? സാരായിട്ടൊന്നുമില്ല. ഞാനും എന്നെ ഇടയിൽപ്പെട്ടു. കേസും ബഹളവും കഴിയുന്നവരെ കുറച്ചു ദിവസത്തേക്ക് ഞാൻ ഈ ഭാഗത്തുണ്ടാവില്ല. അതാണ് അത്ര വക്കീൽ പറഞ്ഞത്. ഈശ്വര, എന്തൊക്കെ അധ്യാപത്താണ്. പേടിക്കാനൊന്നുമില്ല. എന്തെങ്കിലും ആവശ്യം വരുമ്പോ ചന്ദ്രനോട് പറഞ്ഞാൽ മതി. കുമാരൻ ഞാൻ എല്ലാം പറഞ്ഞു ഏൽപ്പിച്ചിട്ടുണ്ട്. ഒന്നിനും ഒരു കുറവുണ്ടാവരുത്. പേടിക്കാനൊന്നുമില്ല ഒരു പെണ്ണെ. ഈ പണ്ടാരവും തീരുന്നവരെ മാറി നിൽക്കുന്നതേ ഉള്ളൂ. ഞാൻ വരും. വരാതെ എവിടെ പോവാനാടി? നീ വാതിലിച്ച് കിടന്നോ. കരണേട്ടാ, അതവിടെ ഇരിക്കട്ടെ. വാ. ഈ രാത്രി നേരത്തെ എങ്ങോട്ടാ ഇനി? രാത്രി ഇനി എത്ര ബാക്കി കിടക്കണം? വാ. എല്ലാം കുമാരന്റെയാ? ഇതിലൊന്ന് നമ്മുടെ തോണിയാ. അത് മാത്രം അയച്ചെടുക്ക്. കണ്ടു വരട്ടെ, അതെന്നെ അറിയാന്നേ. വാ വാ. ഒരു ബോട്ടിൽ പണി കിട്ടണമെന്നാ എന്റെ മോഹം. കരുണേട്ടൻ കാശുണ്ടാവുമ്പോ ലോറി എടുക്കണ്ട, ബോട്ട് മതി. എനിക്ക് കാശ് വീണ് കിട്ടാൻ പോണുണ്ട്. ചിലക്കാണ്ട് പോടാവണം. കണ്ണൂർ ജയിലില് ആളെ തൂക്കിക്കൊല്ലോ കരുണേട്ടാ.
ഞാനുള്ള 5 കൊല്ലത്തിനിടയ്ക്ക് 3 ആള് പോയി, അത്രേ ഉള്ളൂ. തൂക്കണേന്റെ തലേന്ന് ചോദിക്കണതൊക്കെ കൊടുക്കുമെന്ന് പറയുന്നുണ്ട്, നേരാ? എന്തോ ജീവൻ വിട്ടു തരണമെന്ന് പറഞ്ഞാൽ കിട്ടില്ലല്ലോ. കുറെ ഇറച്ചിയും മീനും സിഗരറ്റും കിട്ടിയിട്ട് പിന്നെ എന്താടാ കാര്യം? ഞാൻ പോണ കാലത്ത് ഹോട്ടലിൽ പണിക്കുന്നിരുന്ന ഒരു അമ്മാവനുണ്ടായിരുന്നല്ലോ നിനക്ക്, എറണാകുളത്ത്. അയാള് പോയി, സർക്കാർ പണി കിട്ടി. ഏതോ ടി വിയിൽ കുക്കാണെന്ന് ആരോ പറഞ്ഞു. 10 പൈസയ്ക്ക് കാര്യമല്ല, എവിടെ ഉണ്ടായിട്ടെന്താ? കുഞ്ഞിക്കാക്ക് പുരയിൽ ആരുമില്ലേ ഇപ്പോ? 3ാമതിനെ കെട്ടി. കാട്ടുപോത്തിന്റെ സൈസാ. അതിനെ പേടിച്ചപ്പോ തോണി തന്നെ കിടപ്പ്. കാശില്ലാതെ ചെന്നാ കല്ല് റെഡി. മൂപ്പന്റെ പണിക്കാരാ. മൂപ്പം കനക തിരഞ്ഞ് വീട്ടിൽ വന്നു, ആരെയും കണ്ടില്ല. ആഫീസിൽ കേറിയിട്ട് പോവാന്ന് പറഞ്ഞു. ആഫീസോ? ഏത് ആഫീസ്? ജെട്ടിയുടെ അടുത്ത് കുമാരൻ മൂപ്പന് ഇപ്പൊ ആഫീസുണ്ട്. ആ നടന്നോ, ഞാൻ വരാം. കുമാരനെ ഒന്ന് കാണാതെ കിടന്ന ഇന്ന് ഉറക്കം വരികയല്ല. ഓ കുമാരനല്ല, കുമാരൻ മൂപ്പൻ അല്ലേ? കരുണേട്ടൻ പോണ്ട. പോടാ, അവനെന്നെ മൂക്കി വലിക്കോ? ആ നീ തോണി തന്നെ ഉണ്ടാവണം. ആരെങ്കിലും വന്ന് ചോദിച്ചാ ഞാനാണ് കൊണ്ടുവന്ന് കെട്ടിയെന്ന് പറഞ്ഞത്. തല്ലും പിടിക്കുമ്പോ നീ ഓടിക്കോ. അവന്മാരെ പിന്നെ കണ്ടോളാം. ആ നീ വല്ലതും കഴിച്ചോ? കഴിച്ചു. കരുണേട്ടന്റെ ആഹാരം ആ